ഹായ്, ജിതിൻ സാറാണ്. ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടല്ല, എൻ്റെ ബഹുമാനപ്പെട്ട രക്ഷിതാക്കൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കറിയുന്നതാണ് ഈ വർഷത്തെ ക്രിസ്മസ് എക്സാം കഴിഞ്ഞു. ക്രിസ്മസ് എക്സാമിൻ്റെ പേപ്പർ കിട്ടിയ സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കുട്ടികളിലൊക്കെ തന്നെ ചില ആളുകൾക്കൊക്കെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എന്നാൽ ചില ആളുകൾക്കൊക്കെ വിചാരിച്ചതുപോലെ എന്ത് ചെയ്തിട്ടില്ല, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. നമുക്കറിയാം, നമ്മുടെ പ്രധാനപ്പെട്ട ലൈവുകൾക്കകത്തൊക്കെ നമ്മൾ മെയിനായിട്ട് പറഞ്ഞിട്ടുള്ള ഏരിയാസ് ഒക്കെ തന്നെ വന്നിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ ഗ്രീൻ റെവല്യൂഷനെ കുറിച്ച് ചോദ്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിർബന്ധമായും അത് പഠിച്ചു പോകണമെന്ന് ലൈവിൻ്റെ ഉടനീളം നമ്മൾ എന്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. അത് വന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഗ്രീൻ റെവല്യൂഷനുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ടോപ്പിക്കുകൾ പ്രത്യേകം നമ്മൾ എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. സോ അതൊക്കെ പഠിച്ച കുട്ടികൾ പറയുന്നുണ്ട്, സാർ എക്സാം ഈസി ആയിരുന്നു, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും നമുക്കും ഭയങ്കര സന്തോഷമാണ്. എന്നാൽ ഞാൻ പറയുന്നു, ചില ആളുകൾക്ക് മാർക്ക് കുറഞ്ഞല്ലോ, അതിൻ്റെ കാരണം നമ്മൾ പരിശോധിക്കേണ്ടതേ. നമുക്ക് അറിയുന്നതാണ്, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠനം ഇല്ലാത്തത് തന്നെയാണ്. 6ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും 6ാം ക്ലാസ് ഇത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആണോ? 6ാം ക്ലാസ് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ നമുക്കറിയാം, ഏതൊരു കുട്ടിയുടെയും ജീവിതത്തിനകത്ത് പ്രത്യേകിച്ച് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ഒക്കെ പോലുള്ള USS ഒക്കെ നേടുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു സംഭവം തന്നെയാണ്. കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും അതുപോലെ തന്നെ അധ്യാപകർക്കൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. സോ ഇത്തരത്തിലേക്ക് USS പോലുള്ള എക്സാമുകളിലേക്ക് നമുക്ക് എങ്ങനെ കുട്ടിയെ എത്തിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5, 6, 7 ക്ലാസ്സുകളിൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠനം പഠിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് USS 7ാം ക്ലാസ്സിനകത്ത് ലഭിക്കുക. സോ അപ്പം 6ാം ക്ലാസ് എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്. 6ാം ക്ലാസ്സിനകത്തുള്ള പോർഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് അത് പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് 7ാം ക്ലാസ്സിനകത്ത് USS നമുക്ക് നേടാൻ പറ്റൂ. സോ എങ്ങനെ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാം? 6ാം ക്ലാസ്സിലെ ട്യൂഷൻ പല നാട്ടിൻ പ്രദേശത്തും ഇല്ല. നമുക്കറിയാം, നമ്മുടെ ചുറ്റുപരിസരത്തൊക്കെ തന്നെ 6ാം ക്ലാസ് 5ാം ക്ലാസ് എന്നൊക്കെ പറഞ്ഞാൽ ട്യൂഷനൊന്നും എടുക്കുന്നത് വളരെ കുറവാണ്. അധിക ട്യൂഷൻ സെൻ്ററുകളും 8ഉം 10ഉം ക്ലാസ്സുകൾക്കാണ് കൂടുതലും, 8, 9 ക്ലാസ്സുകൾക്കൊക്കെയാണ്, 10 ക്ലാസ്സുകൾക്കൊക്കെയാണ് കൂടുതൽ പരിഗണന കൊടുക്കുന്നത്. 6ാം ക്ലാസ്സൊക്കെ തന്നെ പലപ്പോഴും നമുക്ക് നല്ല ക്ലാസ്സുകൾ കിട്ടുന്നില്ല. സോ ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ കണ്ടറിഞ്ഞുകൊണ്ടാണ് സൈലം ഏറ്റവും പ്രധാനമായിട്ട് കിടിലനായിട്ടുള്ള ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അത് എല്ലാവർക്കും അറിയുന്നതാണ്. അതാണ് വജ്ര ബാച്ച്. വജ്ര ബാച്ചിനകത്ത് ജോയിൻ ചെയ്യാൻ നല്ലൊരു അവസരമാണ് ഇപ്പോൾ. അത് എന്തുകൊണ്ടാണ് പറയാമെന്ന് കാരണം വെച്ചാൽ 2026 ന്യൂ ഇയർ ആണ്. ഈ ന്യൂ ഇയറിനകത്ത് ഏകദേശം ഒരു 15% നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഓഫറുകളുണ്ട്. അതുകൂടാതെ ഈ ആപ്പിനകത്ത് ജോയിൻ ചെയ്യുന്ന ആളുകളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് സ്മാർട്ട് വാച്ച് ഇതുപോലെ തന്നെ സമ്മാനം കൂടി ലഭിക്കുന്നുണ്ട്. സോ ഞാൻ പറയുന്നു, രക്ഷിതാക്കളോട് പറയുന്നു, നിങ്ങൾക്ക് ഈ 2026 നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് അത് വജ്ര ബാച്ച് ആയിരിക്കും. കാരണം വിദ്യാഭ്യാസമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ ഒരു നല്ലൊരു വിദ്യാഭ്യാസം നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പാണ് ഈ മക്കളൊക്കെ തന്നെ ഭാവിയിലെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഉയരങ്ങളിലേക്ക് അവരെത്തും. സോ അതിൻ്റെയൊക്കെ ഏറ്റവും തുടക്കമാണ് 6ാം ക്ലാസ്. സോ ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ കാണുന്ന രക്ഷിതാക്കളൊക്കെ തന്നെ വജ്ര ബാച്ചിൻ്റെ ഭാഗമായി മാറുമെന്ന് വിചാരിക്കുന്നു. സോ എല്ലാ ആളുകൾക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ അടിപൊളിയാക്കുക, മനോഹരമാക്കുക. ഞങ്ങൾ കൂടെയുണ്ട്.